നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിലുമൊക്കെ പല അല്ലെങ്കിൽ സ്വകാര്യ ചർച്ചകളിലുമൊക്കെ ഞാൻ ഉയർന്നു കേൾക്കുന്നൊരു ചോദ്യമായി അല്ലെങ്കിൽ പ്രസക്തമായൊരു ചോദ്യമായി ഞാൻ കാണുന്നൊരു ചോദ്യം, മൂന്നാം ഭരണത്തിൽ നരേന്ദ്രമോദി ദുർബലനാണോ? ആണ് എന്ന് ഞാൻ പറയും. ഒരു തീരുമാനത്തിലേക്ക് എത്തുവാൻ വരട്ടെ. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു എന്നുള്ളതിന് കാരണങ്ങളുണ്ട്. നരേന്ദ്രമോദി ദുർബലനായതിന് പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ കാരണക്കാരിൽ ചിലർ ഞാനും നിങ്ങളുമൊക്കെ തന്നെയാണ്. കാരണം പൂർണ്ണമായൊരു ഭൂരിപക്ഷമില്ലാത്ത, കേവല ഭൂരിപക്ഷമില്ലാത്ത ഒരു മൂന്നാം സർക്കാർ രൂപീകരണത്തിന് അദ്ദേഹത്തെ നിർബന്ധിതമാക്കിയത് സമ്മതിദാനം ക്രിയാത്മകമായി അല്ലെങ്കിൽ ബോധപൂർവം ബുദ്ധിപൂർവം വിനിയോഗിക്കാത്ത ഭാരതത്തിലെ ജനങ്ങൾ തന്നെയാണ്. അത് നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്ന ജനങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ എതിരാളികളുടെ കാര്യമല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ മനസ്സുകൊണ്ട് എതിർക്കുന്ന സമ്മതിദായകരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. കാരണം അവർ എന്തായാലും നരേന്ദ്രമോദിക്ക് ഭൂരിപക്ഷം കിട്ടണം എന്ന് ആഗ്രഹിക്കില്ലല്ലോ. അദ്ദേഹം പരാജയപ്പെടണമെന്നല്ലേ ആഗ്രഹിക്കുകയുള്ളൂ. എന്നിട്ട് പോലും മൂന്നാം വട്ടവും അദ്ദേഹം സർക്കാർ രൂപീകരിച്ചു. വിജയകരമായി തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷേ കേവല ഭൂരിപക്ഷം ഇല്ല എന്നുള്ളൊരു ദൗർബല്യം അദ്ദേഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി ഈ ദൗർബല്യത്തെക്കുറിച്ച് അദ്ദേഹം ദുർബലനായോ എന്നുള്ളൊരു ചോദ്യം ഉയരുവാനുള്ള പ്രധാന കാരണം ഒരു ആക്രമാത്മകമായിട്ടുള്ള ഒരു രീതിയിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം പല പ്രശ്നങ്ങൾ ഉയർത്തുകയും പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതിന് പ്രതിക്രിയാ നടപടികളായി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് യാതൊരു നീക്കങ്ങളും ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ധാരണ പൊതുവെ പലരിലും പരന്നിട്ടുണ്ട്. ഒരു പരിധിവരെ അത് സത്യമാണ്. കാരണം ഈ ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ ആരോപിക്കുന്നത് പോലെ ഒരു ഫാഷിസ്റ്റ് ആയിരുന്നു നരേന്ദ്രമോദി എങ്കിൽ ഇതിനകം രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ അനുയായികളും എല്ലാം അഴിക്കുള്ളിലാവേണ്ടതാണ്. അത് അദ്ദേഹം ചെയ്യുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ ദൗർബല്യമാണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമല്ല എന്നുള്ളതാണ്. കാരണം അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മാന്യതയാണ്. കാരണം ഇവർ പറയുന്ന ഫാഷിസം എന്നൊരു ചിന്താധാര അദ്ദേഹത്തിലില്ല. അതിൻ്റെ പ്രധാന കാരണം അടിയന്തരാവസ്ഥ പോലുള്ളൊരു കറുത്ത കാലത്തിലൂടെ, ഇരുണ്ട കാലഘട്ടത്തിലൂടെ കടന്നുപോയതിൻ്റെ വൈഷമ്യങ്ങൾ വ്യക്തമായും വ്യക്തിപരമായും അറിയാവുന്ന ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നടപടികൾ കഴിയുന്നത്ര എതിരാളികളോട് പ്രയോഗിക്കുവാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല. കാരണം നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം കരുതുന്ന, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം. പലപ്പോഴും ആവേശ കമ്മിറ്റിക്കാരുടെ, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന നരേന്ദ്രമോദി ഇഷ്ടപ്പെടുന്ന ആവേശ കമ്മിറ്റിക്കാരുടെ അസന്തുഷ്ടിക്കിടയാക്കുന്ന തരത്തിൽ തന്നെ ഒരു നിയമപാലനം നടത്തുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അത് ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ദൗർബല്യമാക്കിക്കൊണ്ട് തന്നെ ഈ രാഹുൽ ഗാന്ധിയെ പോലുള്ള വിദേശ ശക്തികളുടെ കളിപ്പാവകൾ ഉപയോഗപ്പെടുത്തുവാറുണ്ട്. അത് സത്യം തന്നെയാണ്. അതൊരു ദൗർബല്യമാണ്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മാന്യതയാണ്. ഇനി മറുവശത്ത് രാഹുൽ ഗാന്ധിയെ പോലുള്ളവരിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മാന്യത നരേന്ദ്രമോദി കാത്തു സൂക്ഷിക്കുന്നത് എങ്ങനെ ദൗർബല്യമാകുമെന്നുള്ള ചോദ്യത്തിൽ അവിടെയും ഒരു ഉത്തരമുണ്ട്. കാരണം രാഹുൽ ഗാന്ധിയുടെ പൗരത്വം സംബന്ധിച്ച കാര്യങ്ങളിൽ പോലും നിരവധി നിയമ നടപടികൾ കോടതിയുടെ പരിഗണനയിലുണ്ട്. പക്ഷേ അത്തരത്തിൽ നിയമപരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങട്ടെ എന്നുള്ളൊരു ആശയം വെച്ച് പുലർത്തുന്ന നരേന്ദ്രമോദിക്ക് നിയമപരമായി തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ പൗരത്വം സംബന്ധിച്ചുള്ള ഒരു വ്യക്തത താമസം വിന കോടതിയിൽ സമർപ്പിക്കുക എന്നുള്ള നിർദ്ദേശം ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകുക എന്നുള്ള കാര്യം നിയമപരമായി തന്നെ, ജനാധിപത്യപരമായി, ഭരണഘടനാപരമായി തന്നെ നരേന്ദ്രമോദിക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ടോ അത്തരത്തിലൊരു നീക്കം ഭാരത സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. തന്നെയുമല്ല, ജനാധിപത്യപരമായിട്ട് ഗാന്ധി കുടുംബത്തിൻ്റെ, വ്യാജ ഗാന്ധി കുടുംബമെന്ന് അദ്ദേഹം തന്നെ രാജ്യസഭയിൽ പ്രഖ്യാപിച്ച ഗാന്ധി കുടുംബത്തിൻ്റെ മുൻ ചരിത്രങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് പഴയ രേഖകൾ ഉൾപ്പെടെയുള്ളവ പരസ്യമാക്കി കൊണ്ടുവരുവാനുള്ള നിയമപരമായിട്ടുള്ള അധികാരവും നരേന്ദ്രമോദി സർക്കാരിനുണ്ട്. പലപ്പോഴും അതും വിനിയോഗിച്ച് കണ്ടിട്ടില്ല. അതും ഒരു ദൗർബല്യം തന്നെയാണ്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് രാഷ്ട്രീയമായിട്ടുള്ള പല കാര്യങ്ങളും കാണും. പക്ഷേ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ മാന്യതയുടെ വീക്ഷണകോണിലൂടെ നോക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ മുമ്പിൽ ഭാരതം അപമാനിതരാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ. ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. ഭാരതത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിക്ക് ഭാരതത്തിൻ്റെ ഏറ്റവും വീരനായ പുത്രനായ, അല്ലെങ്കിൽ വീരപുത്രന്മാരിൽ ഒരാളായ, ഏറ്റവും വലിയ വീരപുത്രന്മാരിൽ ഒരാളായ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ മരണത്തിൽ എന്തെങ്കിലും പങ്കുണ്ടെന്ന്
ഉള്ള രേഖ പുറത്തു വന്നാൽ ഭാരതത്തിന് ഏൽക്കേണ്ടി വരുന്ന അപമാനത്തിൻ്റെ ലോകത്തിൻ്റെ വേദിയിൽ അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഭാരതത്തിന് ഏൽക്കേണ്ടി വരുന്ന അപമാനം എത്ര വലുതായിരിക്കുമെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അത്തരത്തിലുള്ള ചിന്തകൾ ഒരുപക്ഷെ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുന്നുണ്ടാവാം, അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാക്കളെയും പിന്തിരിപ്പിക്കുന്നുണ്ടാകാം. ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്, അങ്ങനെ പങ്കുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഇനി രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, തമാശയായിട്ടാണെങ്കിൽ പോലും രാഹുൽ ഗാന്ധി എന്നുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെ, കോൺഗ്രസ് നേതാവിനെ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികളിലൂടെ ആണെങ്കിൽ പോലും ഒഴിവാക്കുന്നത് BJPക്ക് ആശാസ്യമല്ല എന്ന് തമാശയായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പലരും പറയാറുണ്ട്. അതിലൊരു പരിധിവരെ സത്യവുമുണ്ട്. കാരണം കോൺഗ്രസിനെ പതനത്തിൽ നിന്ന് പതനത്തിലേക്ക് നയിക്കുവാനുള്ള 99 100 തുടർ പരാജയങ്ങൾ നേരിട്ടിട്ടും അതിൻ്റെ യാതൊരു ഇളഭ്യതയുമില്ലാതെ, വൈക്ലഭ്യവുമില്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള മട്ടിൽ പച്ച മലയാളത്തിൽ നാണവും മാനവും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെ ആ സ്ഥാനത്ത് തന്നെ തുടരാൻ അനുവദിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ എതിരാളികൾക്ക് ഏറ്റവും ഒരു അഭികാമ്യമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അവരത് ചെയ്യുന്നു എന്നുള്ള ഒരു തമാശയുണ്ട്. പാതി തമാശ പാതി കാര്യം ആയിട്ടുള്ള കാര്യം. എന്തുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, നരേന്ദ്രമോദിക്ക് ഒരു ദൗർബല്യം ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഞാൻ ആദ്യമേ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കേവല ഭൂരിപക്ഷമില്ലായ്മ. രണ്ട്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മാന്യത. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പരിചയത്തിൽ നിന്നോ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നോ അദ്ദേഹത്തിൽ കടന്നുകൂടിയിരിക്കുന്ന രാഷ്ട്രീയ മാന്യത. ഇത് ദുരുപയോഗം ചെയ്യുന്ന ഒരു യാതൊരുവിധ മാന്യതയും വ്യക്തിത്വവും ഇല്ലാത്ത വൈദേശിക ശക്തികളുടെ ഒരു കളിപ്പാവ എതിരാളിയായിട്ട് വന്നു എന്നുള്ള ദൗർഭാഗ്യവും, അതിലൊരു ഭാഗ്യമുണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇനി പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ, അതും നേരത്തെ പറഞ്ഞതുപോലെ വോട്ട് ചോരി തുടങ്ങിയ പല വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് കുറച്ചു കാലത്തേക്ക് ബഹളമുണ്ടാക്കി തുള്ളിച്ചാടി നടക്കുന്ന രാഹുൽ ഗാന്ധി കുറച്ച് കഴിയുമ്പോൾ അതും വിട്ട് മറ്റെന്തിൻ്റെയെങ്കിലും പിന്നാലെ പോകും. പക്ഷെ ഓരോ ദിവസവും പാർലമെൻറ്റിൻ്റെ ലോക്സഭയെ തടസ്സപ്പെടുത്തി, രാജ്യസഭ തടസ്സപ്പെടുത്തി, ഭാരതത്തിലെ ജനങ്ങൾക്കും ഭരണ സംവിധാനത്തിനും ഇദ്ദേഹം വരുത്തി വയ്ക്കുന്ന നഷ്ടങ്ങൾ ചില്ലറയൊന്നുമില്ല. അത് തിരിച്ചറിയേണ്ടത് നരേന്ദ്രമോദിയേക്കാൾ ഭാരതത്തിലെ ജനങ്ങളാണ്. ആ നഷ്ടം സഹിക്കേണ്ടത് നമ്മളാണ്. കാരണം നമ്മുടെ നികുതി പണമാണ് ഓരോ ദിവസവും ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങളുടെ പിന്നാലെ പോയി സാമൂഹ്യ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പിടികൾ എന്ന് വിളിക്കുന്ന വിഭാഗം നടത്തുന്ന പ്രചാരണങ്ങൾ വിട്ടേക്കൂ. അതിൽ വലിയ കാര്യമൊന്നുമില്ല. ജനാധിപത്യം സംരക്ഷിക്കാൻ ഈ മനുഷ്യൻ മാത്രമേ ഉള്ളൂ. രാഹുൽ ഗാന്ധി സ്ലോ മോഷനിൽ നടന്നു വരുന്നത്. ആ ജനാധിപത്യം സംരക്ഷിക്കാനായിട്ട് വന്നിട്ട് പറയുന്നത് ഇന്നലെ രാത്രി ഞാൻ അതിരാവിലെ ഉണർന്നു എന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനത്രയ്ക്കുള്ള ഗൗരവം നൽകിയാൽ മതി. അത്രയ്ക്കുള്ള ഗൗരവമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു സമയം, ധനം, ഭാരതത്തിലെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ബില്ലുകൾ പാസ്സാവുന്നതിൽ ഉണ്ടാകുന്ന കാലതാമസം, അതിനുണ്ടാക്കുന്ന തടസ്സങ്ങൾ, പാസ്സായാൽ തന്നെ അത്തരത്തിലുള്ള ബില്ലുകൾ നടപ്പാക്കുന്നതിലുണ്ടാക്കുന്ന തടസ്സങ്ങൾ, ഇവയെല്ലാം ചേർത്ത് നഷ്ടം ഭാരതത്തിലെ ജനങ്ങൾക്കാണ് ആത്യന്തികമായി രാഹുൽ ഗാന്ധിയും കൂട്ടരും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് തീരുമാനമെടുക്കേണ്ടത് ഭാരതത്തിലെ ജനങ്ങളാണ്. ഭാരതത്തിലെ ജനങ്ങളെന്ന് പറയുമ്പോൾ ഭാഗ്യവശാലോ ദൗർഭാഗ്യവശാലോ വയനാടിലെ ജനങ്ങളും അതിൽ ഉൾപ്പെടും. അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ജാതി, മതം അല്ലെങ്കിൽ എന്താ പറയുക, തൊലി വെളുപ്പ്, ഗ്ലാമർ, സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുക തുടങ്ങിയ മനോഭാവങ്ങളെല്ലാം മാറ്റിവെച്ച് അവനവൻ്റെ സമ്മതിദാനാവകാശം ബുദ്ധിപൂർവം വിനിയോഗിക്കേണ്ട ആളുകളാണ് സമ്മതിദായകർ. അങ്ങനെയാണോ കേരളത്തിലുള്ള ജനങ്ങളെങ്കിലും ഏറ്റവും ചുരുങ്ങിയ പക്ഷം പെരുമാറുന്നത് എന്നുള്ളത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. ഭാരതത്തിലെ ജനങ്ങൾ അങ്ങനെ അല്ലാതെ ചിന്തിച്ചു തുടങ്ങി, നേരായ മാർഗത്തിൽ ചിന്തിച്ചു തുടങ്ങി. പക്ഷേ ഇടയ്ക്ക് ഒരു 4 അടി മുന്നോട്ട് വയ്ക്കുമെങ്കിൽ 2 അടി പിന്നോട്ട് വയ്ക്കുന്ന അവസ്ഥയിലേക്കും അവർ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. കാരണം അടിസ്ഥാനപരമായിട്ട് ഭാരതത്തിൻ്റെ കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ജനിതക ഘടന ഒന്ന് തന്നെയാണല്ലോ, ചിന്താരീതികളും ഒന്ന് തന്നെയാണ്. എന്തിനാ പറയുന്നത്, ഹിമാലയത്തിനപ്പുറത്തേക്ക് പാകിസ്ഥാനും ബർമയും ഭൂട്ടാനും എല്ലാം ഈ ജനിതക ഘടനയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും 4 അടി മുന്നോട്ട് വയ്ക്കുമ്പോൾ 2 അടിയോ ഏറ്റവും ചുരുങ്ങിയത് 1 അടിയെങ്കിലും പിന്നോട്ട് വയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തിനാണ് ഇപ്പോൾ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ വെറുതെ സമയം കളയുവാൻ മാത്രമല്ല. ഈ ഒരു നരേന്ദ്രമോദിയുടെ ദൗർബല്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിലോ ഉള്ള പരാജയമല്ല. തീർച്ചയായും ആ ദൗർബല്യം ആത്യന്തികമായി ബാധിക്കുന്നത് ഭാരതത്തിലെ ജനങ്ങളെയാണ്.
നരേന്ദ്രമോദി ഭാരതത്തിൻ്റെ ഏക രക്ഷകനാണ് എന്നല്ല ഞാൻ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ നരേന്ദ്രമോദിയെപ്പോലെ ശക്തനായിട്ടുള്ള ഒരു നേതാവ് ഭാരതത്തിന് ഉണ്ടായത് ഒരു ഭാഗ്യമായി കരുതുന്നയാളാണ് ഞാൻ വ്യക്തിപരമായി. അതിൻ്റെ നേട്ടങ്ങൾ പ്രത്യക്ഷമായി തന്നെ നമുക്ക് മുൻപിൽ ഉണ്ട് താനും. പല നേട്ടങ്ങൾ, വിവിധ നേട്ടങ്ങൾ. ഏറ്റവും ചുരുങ്ങിയത് ലോകരാഷ്ട്രങ്ങൾക്ക് ഭാരതത്തോടുള്ള മനോഭാവത്തിലുള്ള മാറ്റമെങ്കിലും നാം കാണേണ്ടതാണ്. അത്തരത്തിലുള്ളൊരു വ്യക്തി ദുർബലനാകുക എന്ന ഒരു അവസ്ഥ ആര് സൃഷ്ടിച്ചെടുത്താലും, അത് എന്ത് കാരണം കൊണ്ട് തന്നെ ആയാലും, അതിൻ്റെ നഷ്ടം ആത്യന്തികമായി ഭാരതത്തിനും ഭാരതത്തിൻ്റെ ജനങ്ങൾക്കുമാണ്. അതിനുള്ള പരിഹാരം ചെയ്യുവാനുള്ള മാർഗങ്ങൾ പലതവണ നമ്മുടെ മുമ്പിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പ്രത്യേകിച്ചും ആ പരിഹാരം നാം ചെയ്തുവോ എന്നുള്ളത് നാം ഓരോരുത്തരും ഒരു അകത്തേക്ക് നോക്കി സ്വയം വിമർശനം നടത്തേണ്ട ഒരു വസ്തുതയാണ്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.